അവിടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ചില വിവരങ്ങളൊക്കെ മീഡിയ വണ്ണിൽ ലഭിക്കുന്നു. അതായത് പാർട്ടി സംസ്ഥാന ഘടകങ്ങൾ പാർട്ടി ക്ലാസുകളിൽ ശ്രദ്ധിക്കുന്നില്ല. മറ്റേ ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട്. പാർട്ടി അച്ചടക്കം വെല്ലുവിളിക്കപ്പെടുന്നു. ചില സഖാക്കൾ പാർട്ടിക്ക് വിരുദ്ധമായി സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നു. യെസ്, അച്ചടക്ക നടപടി എടുക്കുന്നത് പരിഗണിക്കണമെന്നും ആ റിപ്പോർട്ടിൽ കുറച്ച് കടത്തെ തന്നെ ആവശ്യപ്പെടുകയാണ്. സിപിഐ സംഘടനാ റിപ്പോർട്ടിൽ നേതാക്കൾക്കും രൂക്ഷ വിമർശനമാണുള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. യെസ്, പോകാം ചണ്ഡീഗഡിലേക്ക്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, സന്ദേശം സിനിമ പെട്ടെന്ന് ഓർത്തുപോയി. സഖാക്കൾ പാർട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ ഒരു പശ്ചാത്തലം, അതിന്റെ ഒരു സാഹചര്യം എന്താണ്? ഈ റിപ്പോർട്ടിന്റെ ഒരു ഉള്ളടക്കം എന്താണ് തൗഫീഖ്? സൈഫുദ്ദീൻ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ആ സംഘടനാ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിപിഐയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇതിലും നിരവധി വിമർശനങ്ങൾ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന ഘടകങ്ങൾ പാർട്ടി ക്ലാസുകളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. പാർട്ടി ക്ലാസുകളിൽ ശ്രദ്ധിക്കാത്തതിന്റെ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേതാക്കൾക്കുൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് പാർട്ടി ക്ലാസുകളിൽ പങ്കെടുക്കണം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ 10 ദിന ക്ലാസ് അത് 15 ദിവസമാക്കണം എന്നുള്ള നിർദ്ദേശവും കൂടി ഈ അവലോകന റിപ്പോർട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ 10 ദിവസമാണ് ആ ക്ലാസ് നടക്കുന്നത്. അത് 15 ദിവസമാക്കണം. ക്ലാസ് വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, അതിൽ നേതാക്കൾ പങ്കെടുക്കുക കൂടി ചെയ്യണമെന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചില സഖാക്കൾക്ക് പാർട്ടിക്ക് വിരുദ്ധമായി സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്നത് വർദ്ധിച്ചു വരികയാണ്. പല വിഷയങ്ങളിലും ആ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് തുടർക്കഥയാവുകയാണ്. പാർട്ടി നേതൃത്വം പറയുന്നതിന് വിരുദ്ധമായി ചില നേതാക്കൾ താഴെത്തട്ടിൽ അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്ക് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാർട്ടിയുടെ അച്ചടക്കം എല്ലാവരും പാലിക്കണം. പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ അച്ചടക്കം നിർബന്ധമാണ്. അച്ചടക്കത്തിന് വിധേയമായിട്ടുള്ള പ്രവർത്തനമായിരിക്കണം പാർട്ടികൾ നടത്തേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കണം, അച്ചടക്ക നടപടിയെടുക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ പുറത്തു വന്ന സംഘടനാ റിപ്പോർട്ടിൽ വലിയ വിമർശനങ്ങൾ നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നു. കാരണം പാർട്ടിയെ വ്യക്തിപരമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിമർശനം അതിലുണ്ടായിരുന്നു. പണത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറിയതിനു ശേഷം പാർട്ടിയെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ചില പ്രവണതകൾ, ചില പ്രവൃത്തികൾ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുകൊണ്ട് നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം അവസാനിപ്പിച്ച് പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നേരത്തെ ബിനോയ് വിശ്വം സംസാരിച്ചിരുന്നു. കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ബിനോയ് വിശ്വം നടത്തുന്നത് കണ്ടു. ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു കാര്യമായ പിഴവ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, ഒരു വലിയേട്ടൻ മനോഭാവം കോൺഗ്രസ് പുലർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്നുകൊണ്ടുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഈ സമ്മേളനത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ടോ തൗഫീഖ്? സൈഫുദ്ദീൻ, നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യവുമായിട്ടുള്ള ചോദ്യങ്ങളോടായിരുന്നു ബിനോയ് വിശ്വം അത്തരമൊരു പ്രതികരണം നടത്തിയത്. നേരത്തെ ബിനോയ് വിശ്വം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില അതൃപ്തികൾ പരസ്യമാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഇന്നലെ നമ്മളോടുള്ള ചോദ്യത്തിനായിരുന്നു കുറച്ചുകൂടി കടത്തി ബിനോയ് വിശ്വന്റെ ഭാഗത്തുനിന്നുകൊണ്ട് പ്രതികരണങ്ങൾ ഉണ്ടായത്. പ്രതാപകാലത്താണ് കോൺഗ്രസ് ഇപ്പോഴും ജീവിക്കുന്നത്. മുമ്പ് അധികാരമുണ്ടായിരുന്നുവെന്ന് കരുതി ഇപ്പോഴും ആ അധികാരത്തിന്റെ ഒരു പ്രതാപം വെച്ചുകൊണ്ട് ജീവിച്ചാൽ സാധിക്കില്ല. കാരണം അങ്ങനെ കഴിഞ്ഞു പോയാൽ സാധിക്കില്ല. എല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ ഉള്ള എല്ലാ പാർട്ടികളെയും ഒരുപോലെ പരിഗണിക്കണം. സീറ്റ് ഷെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബിനോയ് വിശ്വം അതിൽ എടുത്തു പറഞ്ഞത്. ചിലയിടങ്ങളിൽ ആവശ്യമായിട്ടുള്ള പരിഗണന ഈ സഖ്യത്തിലെ പാർട്ടികൾക്ക് നൽകുന്നില്ല. കോൺഗ്രസ് എല്ലായിടത്തും മുന്നിൽ നിൽക്കുകയാണ്. ഈ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് കോൺഗ്രസ് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അങ്ങനെ മറന്നുപോയാൽ ഈ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് കൂടി ബിനോയ് വിശ്വം സൂചിപ്പിക്കുന്നുണ്ട്. വലിയ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇത്തരമൊരു വിമർശനം എന്നുള്ളത് അത് ഗൗരവത്തോടു കൂടി എടുക്കണം. കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകൾ, ഇനിയിപ്പോൾ കേരളം ഉൾപ്പെടെ ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ആ സമയത്ത് കൂടി ഇന്ത്യ സഖ്യം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഫാസിസ്റ്റ് സർക്കാർ എന്ന് സിപിഐ പറയുന്ന BJP-യെ പുറത്തിറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. RSSനെയും BJP എല്ലാം തടഞ്ഞു നിർത്തണം. അതിനെ ഇന്ത്യ സഖ്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിന് ഈ സഖ്യത്തിലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അവർക്ക് സീറ്റുകൾ നൽകി അവരെ മത്സരിപ്പിച്ചാൽ മാത്രമേ അതിൽ ലക്ഷ്യം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകണം. രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ബിനോയ് വിശ്വന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്.